ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജാബ്സ് വേൾഡ്. അപ്പോൾ ടൈറ്റിൽ വാങ്ങിച്ചത് കണ്ടിട്ടുണ്ടാവും. സത്യം തന്നെയാണ്. ഞാനായിട്ടൊരു സ്ക്രാച്ചിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കി ഗൈസ്, കൃഷ്ണ കോഡ്സ് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ലാപ്ടോപ്പിലാണ് ചെയ്യുന്നത് ഗൈസ്. അത് പഴയൊരു ലാപ്ടോപ്പ് എൻ്റെ അച്ഛൻ തന്നതാണേ. അപ്പോൾ അതിലാണ് ഞാൻ ഗെയിംസൊക്കെ ഉണ്ടാക്കുന്നത്. കൃഷ്ണ കോഡ്സ് എന്നാണ് ഗൈസ് എൻ്റെ യൂസർ നെയിം. അപ്പോൾ ഇപ്പം ഞാൻ പുതിയൊരു ഗെയിം ഉണ്ടാക്കി ഗൈസ്. അപ്പോൾ ആ ഗെയിം എന്താ വെച്ചാൽ കാണിച്ചാലോ ഗൈസ്, പെർഫെക്റ്റ് ക്ലിക്കർ. അപ്പോൾ ഗായ്സ് ഞാനിത് കൊണ്ടുപോയി സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ ഗെയിം കാണാനില്ല. വേറെ ഏതൊക്കെയൊക്കെയോ പെർഫെക്റ്റ് ക്ലിക്കർ പറഞ്ഞിട്ട് വേറെ ഏതോ 3 ഗെയിം ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഗെയിം എന്നെ കാണാൻ കിട്ടില്ല തോന്നുന്നു ഗൈസ്. അപ്പോൾ അതാണ് ഗെയിം. ഇതാ കുറേ കോഡിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗെയിം എന്താ വെച്ചാൽ ഒരു പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. നമ്മളതിനെ ക്ലിക്ക് ചെയ്താൽ സ്കോർ കൂടും. പിന്നെ ലെവൽസും ഉണ്ട് ഗൈസ്, പോസ് മെനുവും ഉണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ക്ലിക്കർ എന്നാണ് പേര് ഗൈസ്. അപ്പോൾ വരും നോക്കാം ഗൈസ്. എനിക്കിത് സെറ്റ് ചെയ്യാനൊരു സ്ഥലവും ഇല്ല. സെറ്റ് ചെയ്യാനൊരു സാധനം ഉണ്ട് ഗൈസ്, ഫോൺ സ്റ്റാൻഡ് ഉണ്ട്. പക്ഷേ ഇത് ഇവിടെ കറക്റ്റ് ലാപ്ടോപ്പിൻ്റെ അവിടെ സെറ്റ് ചെയ്യാൻ കിട്ടുന്നില്ല ഗൈസ്. അപ്പം ഞാൻ അതാ കയ്യിൽ പിടിച്ചിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അത് കാരണം ഇത് കുറച്ച് കഷ്ടമായിരിക്കും. അപ്പോൾ അതാ ഗൈസ്, പ്ലേ ഗെയിം അമർത്തിയാൽ കളിക്കാൻ കിട്ടും. പൂച്ച ക്ലിക്ക് ചെയ്താൽ പോയിൻ്റ് കൂടും ഗൈസ്. ഗൈസ് അത് ഒറ്റക്കൈയും വെച്ചിട്ട് കളിക്കാനും കിട്ടുന്നില്ല. തൊട്ടു ഗൈസ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്ലിച്ച് ഉണ്ട് ഗൈസ്. ഇത് ഇവിടെ ഇങ്ങനെ പെട്ടുപോകും, ഇടയ്ക്കിടയ്ക്ക് ചുമരിൽ പെട്ടുപോകും. അപ്പോൾ ഈസിയായി തൊടാൻ കിട്ടും. അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് എനിക്കറിഞ്ഞില്ല ഗൈസ്. ചിലവർ സ്ക്രാച്ച് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരും ഗൈസ്. എനിക്കിതെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഗോ ടു റാൻഡം പൊസിഷനാണ് കൊടുത്തിരിക്കുന്ന കോഡ്. അപ്പോൾ ഇത് വർക്കാവില്ല ഗൈസ്. അപ്പോൾ കൃഷ്ണ കോഡ്സിനാണ് ഗൈസ്. ചിലപ്പോൾ പറയാൻ പറ്റില്ല, എനിക്ക് സെക്കൻഡ് യൂട്യൂബ് ചാനൽ വരും. പറയാൻ പറ്റില്ല ഗൈസ്, ചിലപ്പോൾ വന്നാലും വരും. കൃഷ്ണ കോഡ്സ് പറഞ്ഞിട്ട് നോക്കി വരുന്നുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനത്തെയാണ് കളി. ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് വേറെ വേറെ ലെവൽസേക്ക് പോകാൻ കിട്ടും ഗൈസ്. അപ്പം പിന്നെ പോസ് മെനു കാണിച്ചു തരാം ഗൈസ്. ഇത് ഗൈസ് പോസ് മെനു. പോസ് മെനുവിൻ്റെ മുമ്പിൽ വന്ന് പൂച്ച നിൽക്കും. അപ്പോഴും പോയിൻ്റ് കൂട്ടാം ഗൈസ്. പക്ഷേ എന്താണ് അത് ചെയ്യാൻ പാടില്ല. പക്ഷെ അതിങ്ങനെ ആയിപ്പോയി ഗൈസ്. ഇപ്പോൾ അതാ ഗൈസ് പോസ് മെനു. ഗ്രീൻ ഫ്ലാഗ് അമർത്തിയാൽ ഹോമിലേക്ക് പോകുന്നതാണ് പറയുന്നത്. ഗ്രീൻ ഫ്ലാഗ് ടു ഹോം. പിന്നെ ഇത് അമർത്തിയാൽ തിരിച്ച് ഗെയിം തുടങ്ങും. ഇതാ ഗൈസ്. അപ്പോൾ ഓരോരോ ലെവലിലേക്കും പോവും ഗൈസ്. എൻ്റെ ലെവൽ ഇപ്പോൾ സത്യമായിട്ട് വർക്കാവണില്ല ഗൈസ്. കോഡിങ് എന്തോ ആയി തോന്നുന്നു ഗൈസ്. ലെറ്റ് മീ ലുക്ക്. കറക്റ്റ് തന്നെയല്ലേ? സ്കോർ 29. സ്കോർ ഗ്രേറ്റർ തന്നെ സെറ്റ് ലെവൽ സ്വിച്ച് ബാക്ക് ഡ്രോപ്പ് ടു മൗണ്ടൻ ഗൈസ്. ഇതെന്തോ ആയിട്ട് ഞാൻ നോക്കട്ടെ ഗൈസ്. ഒരു സെക്കൻഡ് ഗൈസ്. പ്രോബ്ലം എന്നാണ് പറയാൻ വരുന്നത്. പ്രോബ്ലം ശരിയാക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ വർക്കാവാൻ തുടങ്ങി. അപ്പോൾ ഗൈസ് കാണിച്ചു തരാം ഇത്. അപ്പോൾ ഫസ്റ്റ് ലെവൽ എന്താ വെച്ചാൽ, ഫസ്റ്റ് ലെവൽ ബ്ലൂ സ്കൈ. എന്താ ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ സ്കൈ ആണ് ഗൈസ്. അപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ബ്ലൂ സ്കൈ കോഡ് മേലെയുണ്ട്. അപ്പോൾ ഈ സ്കോർ ഈസ് ഗ്രേറ്റർ ദാൻ 9. സ്കോർ 10 ആണെങ്കിൽ ലെവൽ, എൻ്റെ വേരിയബിൾ ലെവൽ 2ലേക്ക് ആക്കുക, മൗണ്ടെയിൻ ആക്കുക, വേറെ ലെവൽസ്. ഇപ്പോൾ ലെവൽസിൻ്റെ ഒക്കെ പറഞ്ഞുതരാം ഗൈസ്. ഫസ്റ്റ് ബ്ലൂ സ്കൈ, സെക്കൻഡ് മൗണ്ടെയിൻ, തേർഡ് മെട്രോ, പിന്നെ ബോർഡ് വാക്ക്, പിന്നെ ഡെസേർട്ട്, ലാസ്റ്റ് ഒന്നും ഉണ്ടല്ലോ ഗൈസ്. പിന്നെ കാസിൽ 1. പിന്നെ നിങ്ങൾ ജയിച്ചു പറഞ്ഞിട്ടൊരു ഇത് വരും ഗൈസ്. വെയിറ്റ്, നിങ്ങൾ ജയിച്ചത് കാണണമെങ്കിൽ നോക്കൂ ഗൈസ്. ജയിക്കണത് എങ്ങനെയാണ് വരുന്നത് കാണിച്ചു തരണമെങ്കിൽ വെയിറ്റ് ഗൈസ്. ഞാനല്ലേ ഗെയിം ഉണ്ടാക്കിയത്, അപ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യും. സെറ്റ് സ്കോർ ടു 60. ഓക്കെ, പ്ലേ ഗെയിം എന്നിട്ട് സെറ്റ് സ്കോർ ടു 60 ചെയ്ത യു വൺ, കൺഗ്രാറ്റ്സ്, താങ്ക്സ് ഫോർ പ്ലേയിങ് പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഗൈസ് എൻ്റെ ജിമെയിൽ അക്കൗണ്ട് എന്താണ് ഇത് ഞാൻ 10 വയസ്സ് തന്നെ ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ എൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്കാണ് ഇത് ഇതാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് അത് കുറേ ദിവസമായി ഇത് എന്താണ് എൻ്റെ അമ്മയുടെ ജിമെയിൽ അക്കൗണ്ട് തന്നെയാണോ എന്ന് നോക്കാൻ കൺഫേം ചെയ്യാൻ പറ്റിയില്ല. പിന്നെയാണ് ഞാൻ എന്താണ് അമ്മ പറഞ്ഞു ജിമെയിൽ പറഞ്ഞൊരു ആപ്പിലാണ് ഇതൊക്കെ വരിക മെസ്സേജസ്. അപ്പോൾ അതിൽ പോയി നോക്കണം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഏട്ടൻ്റെ അടുത്ത് പോയി ചോദിക്കി പറഞ്ഞേ, എൻ്റെ ഏട്ടൻ എന്നതെടുത്തെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ജിമെയിൽ പറഞ്ഞിട്ട് ഒരു ആപ്പിൽ പോയി നോക്കി.
അപ്പോൾ ഇതിലിങ്ങനെ റീഫ്രഷ് ചെയ്തിട്ട് ഞാൻ നോക്കുമ്പോൾ സ്ക്രാച്ചിൻ്റെ കുറേ മെസ്സേജസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോയി നോക്കണം ഇങ്ങനെ യുവർ പാരൻറ്റ് ഹാസ് ക്രിയേറ്റഡ് സ്ക്രാച്ച് അക്കൗണ്ട് പറഞ്ഞിട്ട് വന്നു. കൺഫേം യുവർ ചൈൽഡ്സ് അക്കൗണ്ട് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്തു. ഷെയർ ചെയ്യാൻ കിട്ടി, ഷെയർ ചെയ്തു, കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഗെയിം ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കളിക്കൂ ഗൈസ്. എനിക്ക് എല്ലാം ഇഷ്ടമായി ഈ ഗെയിം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായി ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ ഗൈസ് പ്രോജക്റ്റ് പേജ് കാണിച്ചു തരാം. ഷെയർ ചെയ്യേണ്ട പേജില്ലേ ഗൈസ്, ഏതാ പ്രോജക്റ്റ് പേജ്? ഇതാ പെർഫെക്റ്റ് ക്ലിക്കർ. ഇതാ ഉണ്ടാക്കിയത് കൃഷ്ണ കോഡ്സ് എന്നാണ് ഗൈസ് പറഞ്ഞത് ഓർമ്മയുണ്ട് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഇഫ് യു ക്ലിക്ക് ദിസ് ക്യാറ്റ് യുവർ സ്കോർ ചേഞ്ചസ് ബൈ 1. എന്താണ് ഈ ക്യാറ്റിനെ ക്ലിക്ക് ചെയ്താൽ സ്കോറ് ചേഞ്ച് ആവും. അപ്പോൾ വേറെ കുറേ ലെവൽസ് ഉണ്ട് പറഞ്ഞിട്ട് പറയാണ്, വേറെ കുറേ ലെവൽസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രശ്നം കൊണ്ട് ഇങ്ങനെ പൂച്ച ചുമരിൽ പോയി സ്റ്റക്കാവും. പക്ഷേ അത് ഫിക്സ് ചെയ്യാൻ കിട്ടിയില്ല, സോറി പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തു ഗൈസ്. അപ്പോൾ നോട്ട്സ് ആൻഡ് ക്രെഡിറ്റ്സിൽ ഒന്ന് എഴുതണം ഗൈസ്. അപ്പോൾ ഗൈസ് നോട്ട്സ് ആൻഡ് ക്രെഡിറ്റ്സ് എഴുതി, ക്രെഡിറ്റ്സ് ആണ് ഗൈസ്. അപ്പോൾ അതാ താങ്ക് യു സ്ക്രാച്ച് ടീം YT ചാനൽ. ഐ ലുക്ക്ഡ് അറ്റ് യുവർ വീഡിയോസ് ആൻഡ് സ്റ്റഡീഡ് മോർ അബൌട്ട് സ്ക്രാച്ച്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് സ്ക്രാച്ച് ടീം പറഞ്ഞ യൂട്യൂബ് ചാനൽ അറിയില്ലെങ്കിൽ അവരൊരു സ്ക്രാച്ചിൻ്റെ ഒരു ടീമാണ്. സ്ക്രാച്ചിൽ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കും എങ്ങനെ അതൊക്കെ ചെയ്യേണ്ടത് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് ഞാൻ സ്ക്രാച്ചിൻ്റെ പുതിയതൊക്കെ പഠിച്ചത്. പിന്നെ അവരുടെ കുറച്ച് വീഡിയോസൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കിയത്. അവർ പ്ലേ ഗെയിം ബട്ടൺ സ്റ്റാർട്ട് മെനു എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് സ്കോർ മാറ്റേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പോസ് മെനു ഞാൻ എന്തൊക്കെയൊക്കെയോ ചെയ്തതാണ് ഗൈസ്, ഇതൊക്കെയൊക്കെയോ ഐഡിയ കിട്ടി. അപ്പോൾ ഞാൻ ചെയ്തു ഗൈസ്. അപ്പോൾ നോട്ട്സ് ആൻഡ് ക്രെഡിറ്റ്സിൽ എഴുതിയിട്ടുണ്ട് ഗൈസ്. ആരും ഇപ്പോൾ കണ്ടിട്ടില്ല, ഞാൻ കണ്ടതിനാണ് ഒരു 1 വ്യൂ പറഞ്ഞ് കാണിക്കുന്നത് ഗൈസ്. ഇപ്പോൾ കമൻറ്റിങ് ഓണാണ് ഗൈസ്, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഗൈസ് ബൈ ബൈ.